രാഹുൽ മാങ്കൂട്ടമല്ലേ? ആ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ കിട്ടുന്ന അവസരം ഇവർ പാഴാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം, മറ്റൊരു ഭാഗത്ത് CPM-ന്റെ കൊല്ലത്ത് നിന്നുള്ള MLA ആയിട്ടുള്ള മുകേഷ്, സിനിമാ നടനായിട്ടുള്ള മുകേഷ്. ഈ മുകേഷിനെതിരെ ഒരു പരാതി ഉയർന്നു വന്നല്ലോ. രാഹുലിനെതിരെ ഉയർന്നു വന്ന രീതിയിലുള്ള സമാനമായ പരാതി, ലൈംഗിക ആരോപണ പരാതി മുകേഷിനെതിരെ ഉയർന്നു വന്നല്ലോ. എന്താ മുകേഷ് ചെയ്തത്? മുകേഷ് ഒളിവിൽ പോയില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങൾ മഷിയിട്ട് നോക്കിയിട്ട് മുകേഷ് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഈ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് മുകേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയില്ലേ? ആന്റിസിപ്പേറ്ററി ബെയിൽ അപേക്ഷ നൽകിയില്ലേ മുകേഷ്? എന്നിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ച് കിട്ടിയതിന് തൊട്ട് പിന്നാലെ മുകേഷ് രംഗത്ത് വന്നില്ലേ? ഈ മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ലേ? ചോദ്യം ചെയ്തതിന് ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലേ? എന്നിട്ട് ഈ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മാത്രം മുകേഷിനെ ജാമ്യത്തിൽ പുറത്തുവിടുകയല്ലേ ചെയ്തത്? എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളില്ലേ? ഈ പറയുന്ന രാഹുലിനെതിരെ പോലീസ് രാഹുലിനെ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചോ? രാഹുൽ എവിടെയെങ്കിലും ഒളിവിൽ പോയോ? രാഹുൽ ഈ പറഞ്ഞ കാലയളവില് ഈ വേട്ടക്കാരിങ്ങനെ വേട്ടയാടിയ സമയത്ത്, പച്ചയിറച്ചി ഇങ്ങനെ കൊത്തിക്കേറിയ സമയത്ത് രാഹുൽ അടൂരിലെ വീട്ടിലുണ്ടായില്ലേ?